നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് 2018 നാം അനുഭവിക്കേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ കേരളത്തെ സഹായിക്കാൻ പ്രത്യേകമായ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടാകേണ്ടതല്ലേ? ഈ പറഞ്ഞ 18 ഏതെങ്കിലും ഒരാളുടെ നാക്കനങ്ങിയോ? അവരുടെ കൂടി നാടല്ലേ, അവരെ ജയിപ്പിച്ചവരല്ലേ ഈ കേരളത്തിലുള്ളത്. ആ കേരളമല്ലേ പ്രതിസന്ധിയിലാകുന്നത്. ശബ്ദിക്കാൻ തയ്യാറായോ? തെറ്റായ നിലപാടുകൾ, ഞാൻ വളരെ വിസ്തരിച്ചു പോകുന്നില്ല, കാരണം ദീർഘമായി പറയേണ്ടി വരുമെന്നുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തെറ്റായ നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്തപ്പോൾ അരുത് എന്ന് പറയാൻ ഇവരാരുടെയെങ്കിലും നാക്കനങ്ങിയോ? എന്തേ അവർക്ക് പ്രയാസം? നമ്മുടെ നാടിനെ അർഹതപ്പെട്ട് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ നിഷേധമല്ല. കേരളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ 2016 ശേഷം ഇതേവരെ കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിച്ച തുക എത്ര എന്നത് കൂട്ടിപ്പറഞ്ഞു. എത്രയാത്? 2016 ശേഷം ഇതേവരെയുള്ള കേരളത്തിന് അർഹതപ്പെട്ട് നിഷേധിച്ചത് 1,07,500 കോടിയിൽ പരം രൂപ. നമ്മുടേതുപോലൊരു സംസ്ഥാനം 1,07,500 കോടിയിൽ പരം രൂപ കിട്ടേണ്ടത് കിട്ടാതിരുന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന വിഷമം എത്ര വലുതാണെന്ന് ആലോചിച്ചു നോക്കൂ. ഇവർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ കഴിഞ്ഞോ? ഇങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ.